16 പാക് യൂട്യൂബ് ചാനൽ കൂടി നിരോധിച്ച കേന്ദ്ര സർക്കാർ. വ്യാജ വിവരങ്ങളും വർഗീയ വിവരങ്ങളും നൽകുന്ന പാകിസ്ഥാനിലെ വാർത്താ ചാനലുകളുടെ യൂട്യൂബാണ് നിരോധിച്ചത്. ഡോൺ, സാമ, ജിയോ ന്യൂസ് തുടങ്ങിയ വാർത്താ ചാനലുകളും സ്പോർട്സ് ചാനലുകളുമാണ് നിരോധിച്ചത്. പാക് ക്രിക്കറ്റ് താരം ഷോയബ് അക്തറിന്റെ ചാനലും പട്ടികയിലുണ്ട്. വിവരങ്ങളുമായി പി ബസന്ത് ചേരുകയാണ്. ബസന്ത്, ആദ്യം സ്വീകരിച്ചത് പാകിസ്ഥാന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ നമ്മൾ ഇവിടെ നിരോധിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ ഇന്ത്യ വിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകൾക്ക് കൂടി നിരോധനം ഏർപ്പെടുത്തുകയാണ്. എപ്പോഴാണ് നടപടി? അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിൽ പ്രധാനമായും 16 യൂട്യൂബ് ചാനലുകളാണ്, അതായത് പാകിസ്ഥാനിലെ വാർത്താ ചാനലുകളും അതോടെ തന്നെ സ്പോർട്സ് ചാനലുകളുടെയും യൂട്യൂബ് ലിങ്കുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡോണിൻ്റെ യൂട്യൂബ് ചാനലാണ് നിരോധിച്ചതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സാമ TV ചാനൽ, അതോടൊപ്പം ARY, ജിയോ ന്യൂസ് തുടങ്ങിയ വാർത്താ ചാനലുകളൊക്കെ തന്നെ നിരോധിച്ചവയുടെ പട്ടികയിലുണ്ട്. ഷോയബ് അക്തർ, ക്രിക്കറ്റർ ഷോയബ് അക്തർ നടത്തുന്ന ഒരു ചാനൽ കൂടിയുണ്ട്, അതും നിരോധിച്ചവയുടെ പട്ടികയിൽ വിടും. പാകിസ്ഥാനിലെ പ്രശസ്തരായ TV ആങ്കർമാർ നടത്തുന്ന വാർത്താ ചാനലുകളുമൊക്കെ ഇപ്പോൾ നിരോധിച്ചവയുടെ കൂട്ടത്തിലുണ്ട്. സാമ സ്പോർട്സ് ഉണ്ട്, ജിയോ ന്യൂസ് ഉണ്ട്, GNN, ഉബേർ ക്രിക്കറ്റ്, ഉമേർ ചീമ, അസ്മ ഷിറാസി തുടങ്ങിയ 16 ചാനലുകളാണ് ഇപ്പോൾ നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനം സർക്കാർ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ മാധു സൂചിപ്പിച്ച പോലെ തന്നെ എക്സ്, അതായത് ഈ പാകിസ്ഥാൻ്റെ സർക്കാരിൻ്റെ എക്സ് അക്കൗണ്ട്, എക്സ് ഹാൻഡിൽ നിരോധിച്ചുകൊണ്ടുള്ളൊരു തീരുമാനം കേന്ദ്ര സർക്കാർ നേരത്തെ എടുത്തിരുന്നു. ഇതിൽ പ്രധാനമായും പറയുന്നത് കരസേനയ്ക്ക്, ഇന്ത്യൻ സേനയ്ക്കും അതോടൊപ്പം തന്നെ സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ വ്യാജ വാർത്തകൾ ഈ ഹാൻഡിലുകൾ, ഈ യൂട്യൂബ് ചാനലുകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി സർക്കാർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതായി പറയുന്നത് വർഗീയ പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ 16 യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനം പുറത്തു വന്നിട്ടുള്ളത്.